ഡോക്ടർ പി കെ ഗോപൻ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് സർക്കാരിനോട് തന്നെയാണ്, പ്രതിപക്ഷത്തോടല്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ പോയ കാലത്ത് ചെയ്ത കാര്യങ്ങൾ എണ്ണി എണ്ണി രേഖാപരമായി പറയുകയാണ് പ്രതിപക്ഷം ഉത്തരവാദിത്തോടെ മുഖ്യമന്ത്രി സഭയിൽ. ഈ പറയുന്ന വീര്യം കുറഞ്ഞ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യം എന്ന ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കുന്ന ഏതെങ്കിലും പഴം പിഴിഞ്ഞുണ്ടാക്കുന്ന ഹോർട്ടി വൈനോ ഹോർട്ടിന് വേണ്ടിയൊന്നും അല്ല, അത് ബക്കാടി കമ്പനിയുടെ അപേക്ഷയിൽ തന്നെയാണ് എന്ന് രേഖാമൂലം സമർത്ഥിക്കുകയാണ്. അപ്പോൾ അതിന് നിങ്ങൾ തെളിച്ച വഴിയിൽ നികുതി കൂടി ചേർത്തു എന്നതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? സി പി കെ മറുപടി പറയണ്ടേ നിങ്ങളും? ശ്രീ ഹാഷ്മി, നിങ്ങൾക്ക് ഒക്കെ എത്തിക്കാവുന്ന ഒരു കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത് LDFും UDFിനെയും സമീകരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും അതിനുള്ള തെളിവുകൾ നമ്മുടെ മുമ്പിലില്ല. ഇപ്പോൾ ശ്രീ വസന്ത് ഇവിടെ 3-4 ചർച്ചയിലായിട്ട് ഒരേ കാര്യം ആവർത്തിക്കുമ്പോൾ ചർച്ചയ്ക്ക് ശേഷമെങ്കിലും പോയി വസ്തുതകൾ മനസ്സിലാക്കണം. ഒരു പക്ഷേ വാദപ്രതിവാദത്തിന് ചാനൽ ചർച്ചയ്ക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള മനുഷ്യർ രാത്രി പോയി കിടന്നുറങ്ങുന്നത് തൊഴുത്തിലല്ല, അവരൊക്കെ വേറെ സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ബുദ്ധിയെയും ബോധത്തെയും അനുഭവമണ്ഡലത്തെയും ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ ശേഷിയുള്ളവർക്ക്, ഒരുപക്ഷെ മദ്യത്തിൻ്റെ ടാക്സിൽ അത്ര കൂടുതൽ ശ്രദ്ധിക്കാത്തവരോ PMCയുടെ ഉള്ളടരുകളിലേക്ക് ഇറങ്ങി ചെല്ലാത്തവരോ ഒക്കെ ചിലപ്പോൾ നിസ്സംഗരായിട്ട് നിന്നു വരാം. പക്ഷേ ആർക്കെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരെ നമ്മൾ പരിഹസിക്കരുത്. അത്ര എനിക്ക് ശ്രീ വസന്ത് ഉൾപ്പെടെയുള്ളവരോട് പറയാനുള്ളൂ. കാരണം ഞാൻ PMCയെ സംബന്ധിച്ച് തന്നെ ഒരു വാചകം പറയാം, ഇല്ലെങ്കിൽ പിന്നീട് ഒരുപക്ഷെ കാശ്മീർ എനിക്ക് സമയം തന്നില്ലെന്ന് വരും ഈ ചർച്ചയിടയിൽ. PMCയെ സംബന്ധിച്ച് നമ്മൾ ക്ലാരിറ്റി വരുത്തിയ കാര്യമാണ്. അതായത് PMC ഒപ്പിടുന്നതിൻ്റെ സാഹചര്യം LDF ഗവൺമെൻറ് വിശദീകരിച്ചു. ഞങ്ങൾക്ക് താല്പര്യമില്ല PMCയോട്. പക്ഷേ അതിൻ്റെ പേരിൽ സമഗ്ര ശിക്ഷ കേരളത്തിൻ്റെ 1200-1300 കോടി രൂപയാണ് തടഞ്ഞു വെച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാരണവശാലും അവർ ഇതൊരു മുന്നുപാധിയായിട്ട് വെച്ചുകൂടാ. PMC 2020 കൊണ്ടുവന്നതാണ്. ആ 2020 കൊണ്ടുവന്ന PMCക്ക് 26,000 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് വകയിരുത്തിയത്. നമ്മൾ നമ്മുടെ ബ്ലോക്കുകളിൽ 2 സ്കൂൾ വെച്ച് ഏതാണ്ട് 300-ലധികം സ്കൂളുകൾ എടുക്കണം. അവർ പറയുന്ന പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം കേരളത്തിലെ PMC സ്കൂളുകൾക്കുണ്ട്, പശ്ചാത്തല സൗകര്യങ്ങൾ. പിന്നെ അവർ പറയുന്ന പാഠഭാഗങ്ങളാണ്. പാഠഭാഗങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം സ്റ്റേറ്റ് കരിക്കുലം കമ്മിറ്റിക്കാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞത് ആവർത്തിക്കാം, ഞാൻ ആ സ്റ്റേറ്റ് കരിക്കുലം കമ്മിറ്റിയിലുള്ള ആളായിരുന്നു. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച NCERT പാഠപുസ്തകത്തിലെ 4 കാര്യങ്ങൾ: 1 മുഗൾ രാജവംശത്തിൻ്റെ ഭരണം, 2 ഗാന്ധിവധം, 3 ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ചുള്ള പഠനം, 4 പരിണാമവാദം, എവല്യൂഷൻ തിയറി. ഈ 4ഉം കേന്ദ്ര NCERTയുടെ സിലബസിൽ പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് അവർ അതിനെക്കുറിച്ച് എടുത്തിരിക്കുന്ന നിലപാട്. കേരളത്തിലെ എല്ലാ സിലബസിലും ഇത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പാഠഭാഗത്തിൽ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അംഗീകരിക്കില്ല. പശ്ചാത്തല സൗകര്യം നമുക്കുണ്ട്. ആകെ PMCക്ക് കിട്ടാൻ പോകുന്ന തുക അങ്ങേയറ്റം വന്നാൽ 200 കോടിക്ക് താഴെയാണ്. പക്ഷേ നമുക്ക് 1400 കോടി രൂപ SSKയുടെ കിട്ടാനുമുണ്ട്. അപ്പോൾ PMC ഒപ്പിട്ട് എന്നിവിടെ വസന്ത് പറയുമ്പോൾ പിന്നെ വളരെ ശക്തമായി തന്നെ ഹാഷ്മി ആ നിലപാട് സ്വീകരിക്കേണ്ടേ. എഗ്രിമെൻ്റ് അല്ല ഒപ്പിട്ടത്, MOU ആണ്. MOU എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റോളം വിലപ്പെട്ട ഒന്നല്ല. ഞാൻ പറഞ്ഞതിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഇടപെടണമെന്ന് വെച്ചത് നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ടാണ്. MOUവിൽ തന്നെ വളരെ പച്ചക്ക് എഴുതി വെച്ചേക്കാണ് എന്താണ് ഇതിൽ പിന്മാറാനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രമേ ഉള്ളൂ. അത് ഏത് രീതിയിലാണ് 30 ദിവസം സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ് നൽകി അത് ടെർമിനേറ്റ് ചെയ്യാം എന്ന് വളരെ ഭംഗിയായി MOUവിൽ എഴുതി വെച്ചത് വായിച്ച് നമ്മൾ ഒപ്പിട്ട് കൊടുത്തു അങ്ങോട്ട് CP K ഗോപൻ. പിന്നെ അത് വേണ്ടെന്ന് നോക്കുന്ന രാഷ്ട്രീയ തീരുമാനമാണ്. രേഖാപരമായി പറയുകയാണെങ്കിൽ രേഖാപരമായി പിടിച്ചേക്കും നിങ്ങൾ. അതെ, അല്ല, അത് MOUയുടെ പുറത്ത് കേസിന് പോകാം ശ്രീ ഹാഷ്മി. അഗ്രിമെൻറ്റിൻ്റെ പുറത്ത് പോയാൽ അത്ര എളുപ്പം നമുക്ക് അനുവദിച്ച് കിട്ടത്തില്ല. അതുകൊണ്ടാണ് പഞ്ചാബ് ഒപ്പിട്ടിട്ട് അത് പിൻവലിക്കാൻ കാരണമൊക്കെ അങ്ങനെ. അതൊക്കെ നമ്മൾ ഒരുപാട് പഠനം നടത്തിയതാ. പഞ്ചാബ് ഒപ്പിട്ട് ഞാൻ പറയണോ കാശ്മീർ പറയുന്നു? ആരെങ്കിലും ഒരാൾ പറ. അല്ലല്ല, പഞ്ചാബിന്റെ അങ്ങ് പറഞ്ഞു ഒഴുക്കിൽ പോലെ ഒരാൾ പറഞ്ഞു തീർക്ക്. ഞാൻ പറഞ്ഞു തീർക്കാണ്. പഞ്ചാബ് പിന്മാറി. അല്ല, ഒഴുക്കി പോകണ്ട, നിങ്ങൾ എന്നെ കയറി പിടിക്കും. അല്ല, നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്തുക, അതേ പറ്റൂ. പണങ്ങല്ലേ പഞ്ചാബ് ഞാൻ പറയണ്ടെന്ന് പറ. ഒഴുക്കി പോകണ്ട, അങ്ങനെ ഞാൻ അങ്ങ് ഒഴുക്കി പോകണ്ട, നിങ്ങൾ ഒഴുക്കി പോക്കോളാം. നിങ്ങൾ ഇവിടെ ആമുഖ പ്രസംഗമൊക്കെ ചർച്ചയിലേക്ക് കടന്നില്ലല്ലോ. ഒരേ ഒരു തീർത്ത്. പഞ്ചാബ് ഞങ്ങൾ പിന്മാറുന്നു പറഞ്ഞു, കേന്ദ്രം പറഞ്ഞു അങ്ങനെ MOU പിന്മാറാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പഞ്ചാബിനോട് പറഞ്ഞു എന്ത് പറയണമെന്ന്. സാറേ, അങ്ങ് പഞ്ചാബിനെ പറ്റി പറഞ്ഞു. പഞ്ചാബ് പിന്മാറി. കേന്ദ്രം പറഞ്ഞു പഞ്ചാബെ നിങ്ങൾക്ക് പിന്മാറാൻ കഴിയില്ല. കാരണം എന്താണ്? MOU പ്രകാരം ഏകപക്ഷീയ പിന്മാറാൻ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. കേന്ദ്രം പറഞ്ഞു ബാക്ക് ടു ഇന്നായി PMCയുടെ പഞ്ചാബ്. അല്ല, അത് ഞാൻ അതിൻ്റെ രാഷ്ട്രീയ വശത്തിലേക്ക് വരട്ടെ ഹാഷ്മി. സാങ്കേതിക വശം മാത്രമല്ലേ നിങ്ങൾ പറയുന്നേ.
അതിൻ്റെ പൊളിറ്റിക്കൽ സൈഡ് വരട്ടെ. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഇവിടുന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന പണം നിങ്ങളോ ഞങ്ങളോ, അപ്പം നമുക്ക് നമ്മളെന്ന് പറയാം, നമ്മൾ കേന്ദ്ര സഹായം ചോദിക്കുന്നതേ ഇല്ല. നമുക്ക് ഒരു കേന്ദ്ര സഹായവും വേണ്ട. ഞാൻ തീർത്ത് പറയുകയാണ്, അത് UDF-നായാലും LDF-നായാലും കേന്ദ്ര സഹായം വേണ്ട. പിന്നെന്താ വേണ്ടുന്നത്? കേന്ദ്ര വിഹിതമാണ്. ഇത് രണ്ടും രണ്ടാണ്. സഹായിക്കേണ്ട അവർ നമ്മളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. കേരളത്തിൽ നിന്ന് പിരിച്ചുകൊണ്ടു പോകുന്ന GST-യുടെ 50% ഇൻകം ടാക്സ്, ഈ പണത്തിൽ നിന്നും സംസ്ഥാനത്തിന് തരേണ്ട പണം തരുന്ന കാര്യമായി പറഞ്ഞേ. അപ്പോൾ അവിടെ കേന്ദ്ര സ്കീം ഏർപ്പെടുത്തും അതിനകത്ത്. ആ കേന്ദ്ര സ്കീമും സ്റ്റേറ്റുകളിൽ നിന്ന് പിരിക്കുന്ന ടാക്സ് ആണല്ലോ. 60% കേന്ദ്ര വിഹിതം, 40% സ്റ്റേറ്റിൻ്റെ വിഹിതം. 60% SSKയുടെ ഫണ്ട് അവർ തരുന്നില്ല. 60% UGC ശമ്പളം തരുന്നില്ല. 60% നാഷണൽ ഹെൽത്ത് മിഷന്റെ ശമ്പളം തരുന്നില്ല. 60% കേന്ദ്ര വിഹിതം തരേണ്ടതും ഇവിടുത്തെ ടാക്സ് ഷെയർ അനുസരിച്ച് തരേണ്ട അവർ തരുന്നില്ല. അപ്പോൾ അവർ ഉപാധി വെക്കുകയാണ്, ഞങ്ങളുടെ പ്രോജക്റ്റ് നിങ്ങൾ നടപ്പിലാക്കിയാലേ ഞങ്ങൾ SSK തരൂ. ആ ഒരു ഘട്ടത്തിൽ നമുക്ക് SSKയുടെ 1200 കോടി രൂപ കിട്ടണം. PMC-യിൽ അവർ വെക്കുന്ന കണ്ടീഷൻ ഇവിടെ നമുക്ക് ബാധകമല്ല. ഞാൻ പറഞ്ഞല്ലോ അത്. അപ്പോൾ PMC-ക്കകത്ത് അവർ എന്തെല്ലാം ഇൻസിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാലും നമുക്കത് പ്രശ്നമല്ല. അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അത് ഇടതുപക്ഷത്തിനകത്ത് തർക്കം വന്നു, പിന്നെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ആശങ്ക ഉണ്ടാക്കി. കേരളത്തിലെ UDF മൈനോറിറ്റിയെ, ഞാൻ അടിവരയിട്ട് പറയുന്നു, മതന്യൂനപക്ഷത്തെ ഇടതുപക്ഷത്തിനെതിരായിട്ട് തിരിക്കാൻ ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധമാണ് PMC. ഒരു കാര്യം കൂടി ഞാൻ അതിൽ കൂട്ടിച്ചേർക്കാം. PMC ഒപ്പിട്ടതിന് ശേഷമാണല്ലോ ഇത് അറബിക്കടലിൽ കളയുമെന്ന് പറഞ്ഞത്. PMC ഒപ്പിടുന്നതിന് മുമ്പ് പറഞ്ഞില്ലല്ലോ ഞങ്ങൾ അറബിക്കടൽ കടവുമെന്ന്. PMC ഒപ്പിട്ടതിന് ശേഷമാണല്ലോ ഇത് ചവിറ്റുകൊട്ടെ കളയുമെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ PMC ഒപ്പിട്ട് ഇത് ചവിറ്റുകൊട്ടെ ഞാൻ വസന്ത് പറഞ്ഞപ്പോൾ മദ്യത്തിലേക്ക് വരാം. മദ്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ വസന്ത് പറഞ്ഞതിനകത്തൊരു പ്രശ്നമുണ്ടല്ലോ. അദ്ദേഹം പറയുന്നത് എന്താ? ബഡ്ജറ്റ്, ഈ ടാക്സ് ഘടന സ്ട്രക്ചർ കൊണ്ടുവന്നല്ലോ, ടാക്സ് നിർദ്ദേശം ബഡ്ജറ്റിനകത്ത് വെക്കുന്നു. ഹാഷ്മി ചോദിക്കണ്ടേ, ബഡ്ജറ്റ് പാസ്സായാലോ? ബഡ്ജറ്റ് പാസ്സായാൽ ഈ ടാക്സ് സ്ട്രക്ചർ പാസ്സായി അല്ലേ, നികുതി ഘടന പാസ്സായി. അപ്പോൾ ഈ നികുതിയിൽ താല്പര്യമുള്ളവർ കോടതി പോയാൽ എന്ത് ചെയ്യും? ബഡ്ജറ്റ് പാസ്സാക്കിയതിനെതിരായിട്ട് പിന്നെ ഗവൺമെൻറ്റിന് എങ്ങനെ വാദിക്കാൻ പറ്റും? അപ്പോൾ പോളിസി ഞങ്ങൾ വേറെ എടുക്കുക. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉദാഹരണം പറഞ്ഞ് അങ്ങ് ഉദ്ധരിക്കുകയും ചെയ്തത്. പോളിസി വേറെയാണ്, ഇപ്പോഴത്തെ ബജറ്റിൽ നിർദ്ദേശം വേറെയാണ് എന്ന് പറ്റില്ല. ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഒരു സർക്കാരിൻ്റെ വിഷൻ്റെ ഭാഗമാണ് ബഡ്ജറ്റ്. ഒരു ഗവൺമെൻറ്റിൻ്റെ വിഷനാണ് ബഡ്ജറ്റിലൂടെ വെക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.